പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. ഇതാ പാപത്തിൽ മരിച്ച മനുഷ്യനെ ഇവിടെ കുഴിച്ചിടുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, ക്രിസ്തുവിൽ പുതിയ മകളായി അവൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൾ ദൈവമകളായി. ഇന്ന് രാവിലെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പരസ്യമായി പ്രസ്താവിക്കുക, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആ വലിയ പ്രഖ്യാപനത്തിനായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഈ മകൾക്കും കർത്താവിനെ അറിയുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവിനെ ദർശിപ്പാൻ യേശു ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിന്റെ ഉൾത്തടത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് സ്വീകരിച്ച് പാപമോചനം ലഭിപ്പാൻ ഇടയാക്കിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകലപാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. നല്ല നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. പ്രിയ മകളും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ജീവിപ്പാൻ ധാരാളം കൃപ കൊടുത്ത് സഹായിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സഹോദരിയുടെയും പാപത്തിന് പകരക്കാരനായി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരിയും ഉണ്ടായിരിക്കുമെന്ന് സഹോദരി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? സഹോദരിയുടെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രിയ സഹോദരിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു.